അതുകൊണ്ടൊന്നും അല്ല മോനെ. എനിക്ക് ഭാഗ്യചീട്ടിലൊന്നും വിശ്വാസമില്ല. സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. ഈ ശങ്കരേട്ടനെ ലോട്ടറി എടുക്കുന്ന ശീലമുണ്ട്. ഒറ്റ തടിയല്ലേ, വേറെ ചില ഇന്നലെ 5000ന്റെ 5 ലോട്ടറികൾ ഒന്നിച്ചടിച്ചു. അപ്പൊ കടം തരാനുണ്ടായിരുന്ന 10000 രൂപ അത് തിരികെ തന്നു. മധുരം നല്ലതുപോലെ ഇട്ടോ എടുത്തമ്മേ. അല്ല, വിഷ്ണുവേട്ടൻ എവിടെ? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. മോളെ ഇതിലോട്ട് ഒഴിച്ചോ. അച്ഛനെ, അച്ഛനെന്താ മാറി നിന്ന് കളഞ്ഞത്? പാല് കാച്ചാൻ അച്ഛനും കൂടെ വേണ്ടതല്ലേ? അതിന് ഞാനെങ്ങും പോയില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്നാലും പാല് തിളയ്ക്കുന്ന സമയത്ത് ആശാൻ അവിടെ ഉണ്ടാകണതല്ല ആശാനെ. അത്രയും കുറച്ച് തിളച്ചാ മതി. എന്തു പറ്റി ആശാനെ? ഒന്നുമില്ലടാ. എന്നാ വാ ആശാനെ, ഏടത്തിയമ്മ പ്രാർത്ഥിക്കാൻ പോവാ. വാ. നീ പോയ കമല. ആശാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അതെന്ത് പറ്റി? ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. നിക്ക് മോളെ. 10:30 രാഹുകാലം തുടങ്ങും. ഇനി 1-2 മിനിറ്റേ ഉള്ളൂ. മോള് തന്നെ അങ്ങ് ദീപം തെളിച്ചാ മതി. അല്ലെങ്കിൽ തന്നെ ഈ പാലുകാച്ചിലും ദീപം തെളിക്കലും ഒക്കെ നമ്മുടെ പെണ്ണുങ്ങളുടെ വകുപ്പാ. മോള് ദീപം തെളിച്ചു കഴിയുമ്പോഴേ വിഷ്ണു വന്ന് പ്രാർത്ഥിച്ചോളൂ. മോളെ, ഈ വീട് ഞങ്ങൾക്കൊരു പുതിയ തുടക്കമാവണേ. വിഷ്ണുവേട്ടന്റെ മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കണേ. വിഷ്ണുവേട്ടൻ ആഗ്രഹിക്കും പോലെ സത്യാമ്മയെ ആശ്രയിക്കാതെ തന്നെ ജീവിക്കാൻ ഞങ്ങൾക്ക് തുണയാകണേ. അധികം ഒന്നും വേണ്ട. അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ. എന്റെ പാറുകുട്ടിക്ക് രോഗങ്ങളും സങ്കടങ്ങളും ഒന്നും കൊടുക്കരുതേ. അതുപോലെ എന്റെ പ്രീതിക്ക്. എന്താ മോളെ, എന്തു പറ്റി? എല്ലാം ശരിയാവും മോളെ. ഇപ്പൊ ഒരു കടപ്പാടമായില്ലേ, അതുപോലെ ഓരോന്നും ദൈവം കൊണ്ടുതരും. വിഷ്ണുമോനൊരു ജോലിയും വരുമാനവും ഒക്കെ. നിങ്ങൾ രണ്ടാളും ആഗ്രഹിച്ചതുപോലെ മോള് കളക്ടറും ആവും. അതിനിടയിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായി കണ്ടാ മതി ഇതൊക്കെ. സത്യാമ്മയുടെ തെറ്റിദ്ധാരണകളും മാറും. അതിനിടെ മോളുടെ മനസ്സ് തളരാൻ പാടില്ല. ആണുങ്ങള് തളർന്നാലും
വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാ അവർക്ക് ധൈര്യം കൊടുക്കേണ്ടത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വിഷ്ണുട്ടാ, എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? പാല് കുടിച്ചില്ലല്ലോ. ആ കുടിച്ചോളാം. മക്കളെ, എന്നാ ഞങ്ങൾ ഇറങ്ങുക. രണ്ടാളും ഇവിടെ സന്തോഷകരമായ ഒരു ജീവിതം ആരംഭിക്കുക. ഇതിനിടയിൽ മധ്യസ്ഥം നിൽക്കാനോ പരസ്പരം പോരടിപ്പിക്കാനോ മറ്റാരുമില്ല. അതൊരവസരമായിരിക്കുമ്പോ തന്നെ ഒരു കുറവ് കൂടിയാണെന്ന് ഓർമ്മ വേണം. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും പരസ്പരം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോണം. അപ്പൊ ശരി ശാലിനി. വിഷ്ണു, വിഷ്ണു, അച്ഛനെ വിഷ്ണുട്ടാ, എന്താ? ഈ പാത്രവും വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാൻ തനിക്ക് എവിടുന്ന് പണം കിട്ടിയെന്നാ പറഞ്ഞേ? അത് ശങ്കരേട്ടൻ. വിഷ്ണു, എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്താ മോളെ? വിഷ്ണു, നീ ഇവിടെ തല്ലാനും കണ്ണീരുടിപ്പിക്കാനും വേണ്ടിയിട്ടാണോ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്? ഞാൻ ഇവൾക്ക് നേരെ കൈ ഉയർത്തണമെങ്കിൽ അതിൽ തക്കതായ കാരണമുണ്ട്. അമ്മ അച്ഛനെ അനിയത്തി ഒക്കെ ഉപേക്ഷിട്ടാ ഞാൻ ഇവളുടെ ഒപ്പം ഇറങ്ങി വന്ന്. അറിയോ, ഭാര്യയും കുഞ്ഞിനെ നോക്കാൻ ഡെപ്പോസിറ്റോ സമ്പാദ്യം ഒന്നുമില്ല എന്റെ കയ്യില്. ആകെയുള്ളത് സ്നേഹം മാത്രോ, പിന്നെ അധ്വാനിക്കുള്ള ഒരു മനസ്സും. അമ്മയുടെ പേരോ പെരുമയോ ഒന്നുമില്ലാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ചെടുത്ത പ്രതിജ്ഞയാ. ഒന്നിച്ചൊരു വീട്ടിൽ ആദ്യമായി താമസം തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ ഇവൾ അത് തെറ്റിച്ചു. എന്നെ ഒളിച്ചു മറിച്ചിട്ട് ഇവിടുന്ന് പണം കൊണ്ടുവന്നിരിക്കുക. അടുക്കളയ്ക്കുള്ള പാത്രങ്ങളും വീട്ടു സാധനങ്ങളും വാങ്ങാനുള്ള പണം എവിടുന്നാന്ന് ചോദിച്ചപ്പോ ശങ്കരേട്ടൻ കടം തിരിച്ചു കൊടുത്തത്രേ. അയാൾക്ക് ലോട്ടറി വെച്ച് കുറെ കാശ് കിട്ടിയത്ര. ആ ശങ്കരേട്ടൻ ഞാനിപ്പോ പാല് വാങ്ങിക്കാൻ പോയിപ്പോ കണ്ടു. അയാൾക്ക് ലോട്ടറി അടിച്ചിട്ടില്ല, ഒരു കുന്നു അടിച്ചിട്ടില്ല. ഇവള് പറഞ്ഞ പോലെ ഇവൾക്ക് കടവും കൊടുത്തിട്ടില്ല.
പിന്നെ എവിടുന്ന് തോന്നിയമ്മ ഇവളുടെ കയ്യിൽ ഇത്ര കാശ്? വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷമുള്ള കാശ് ഇയാൾ എന്റെ കയ്യിൽ തന്നു. എന്നിട്ട് വെച്ചോളെ. കാശ് വാരി കളിച്ച് വളർന്നവൻ തന്നെയാണ് ഈ വിഷ്ണു. അങ്ങനെ ആരുടെങ്കിലും ഔദാര്യം പറ്റി ജീവിക്കാനായിരുന്നെങ്കിലേ ആ സത്യം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നോടി. നിന്നെ എന്നാലും ഇയാൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞില്ലേ തോന്നിയമ്മേ? മറ്റാരുടെയൊക്കെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ഒരു പാലാട്ടേക്ക് കളഞ്ഞില്ലേ ഇവളെന്നെ? ഇനി എന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടില്ലെന്ന് തോന്നുകയാണെങ്കിൽ എന്റെ ഭാര്യയ്ക്കും പോവാം. ഓടി എന്റെ വീട്ടിലേക്കോ ഇയാളുടെ സ്വന്തം വീട്ടിലേക്കോ ഇയാളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട സുഖ സൗകര്യങ്ങളുള്ള എവിടേക്കാച്ച പൊക്കോ. പക്ഷേ ഈ വിഷ്ണു ഉണ്ടാവില്ല കൂടെ. എന്താ മോളെ ഇതൊക്കെ? ഞാൻ അങ്ങനെയൊന്നും സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ എന്താ ഉണ്ടായ മോള് പറ. വെച്ചോ മോളെ. തൽക്കാലം വിഷ്ണുവേട്ടൻ ഇതറിയണ്ട. ഇതുണ്ടായേ ശാരികച്ചി നിർബന്ധിച്ചേൽപ്പിച്ചതുകൊണ്ട് ഞാൻ ആ വള വാങ്ങിച്ചത്. ഇന്നലെ രാത്രി വിഷ്ണുവേട്ടൻ മോൾക്കൊരു കുപ്പി പാല് വാങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ വള വാങ്ങിച്ചത് തെറ്റല്ല മോളെ. അക്കാര്യം വിഷ്ണുവിനോട് പറയാതിരുന്നതാ തെറ്റ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് രഹസ്യമൊന്നും ഉണ്ടാവാൻ പാടില്ല. സ്വന്തം അച്ഛനമ്മമാര് തന്നെ ഒളിച്ചു വെക്കാൻ നിർബന്ധിക്കുന്ന കാര്യങ്ങൾ പോലും തുറന്നു പറയുന്നതാ എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അവരെ കാര്യം അറിയുമ്പോ നമ്മളത് ഒളിച്ചത് അവർക്ക് വലിയ വേദനയാവും. ഒരുപക്ഷെ നമ്മൾ നല്ലതിനെ കരുതി ചെയ്തതാവും. പക്ഷേ അവർക്ക് മുന്നിൽ നമുക്ക് പറഞ്ഞു സമർത്ഥിക്കാനുള്ള നേരം പോലും വൈകിന്നിരിക്കും. അങ്ങനെയാ പല കുടുംബങ്ങളും നാനാവിധമാവുന്നത്. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങള് നിങ്ങൾ തന്നെ പറഞ്ഞു തീർക്കുന്നതാ നല്ലത്. മൂന്നാമതൊരാള് വേണ്ട. ഞാനിവിടെ വിജില മറന്നുവെച്ച ഫോൺ എടുക്കാൻ വന്നതാ. എന്നാലും ഒരു ഉപദേശമുണ്ട്. സത്യാമ്മയെക്കാളും എടുക്കരായി നിങ്ങൾ ജീവിച്ചു കാണിക്കുമെന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കം ഇങ്ങനെയല്ല. ഭാര്യയും ഭർത്താവും ഒറ്റക്കെട്ടായി നിൽക്കുന്ന കുടുംബങ്ങളെ വിജയിക്കൂ. ഇല്ലെങ്കിലും ചിലപ്പോ പണം ഉണ്ടാക്കാൻ സാധിച്ചെന്ന് വരും. പക്ഷേ അതുകൊണ്ട് കളഞ്ഞു കുളിച്ച സന്തോഷമോ സമാധാനമോ സംതൃപ്തിയോ ഒന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. ഞാൻ ഇറങ്ങുക. പിന്നെ രണ്ടുപേരും തനിച്ച അടിയും വഴക്കും ബഹളവും അല്ല ഇവിടുന്ന് കേൾക്കേണ്ടത്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പൊട്ടിച്ചിരികളാ. അത് നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ വേറെ ആരും വരില്ല. നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. രണ്ടുപേരും തനിച്ചേ ഉള്ളെന്ന ഓർമ്മ മാത്രം മതി. ഇപ്പൊ മാത്രമല്ല, ഇനി എന്നും.
ശാരി ശാരി നിങ്ങളാ ശാരദാമ്മ എല്ലാം തുടങ്ങി വെച്ചതും എല്ലാത്തിനും കാരണമായതും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ വീട്ടിൽ ശാലിനിയേക്കാൾ സമാധാനക്കേട് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയല്ലേന്ന്. മോഷണം, പോലീസ്, അറസ്റ്റ്, മക്കൾക്ക് വേണ്ടതെല്ലാം ഉപദേശിച്ചു കൊടുത്തിട്ട് എന്റെ മോനെയും കൊച്ചുമോളെയും കൂടെ പെരുവഴിയിലാക്കിയിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നു. അമ്മേ, അയ്യോ എന്താടി? സന്തോഷം കൊണ്ട് ഞാൻ അമ്മയൊന്ന് കെട്ടിപ്പിടിച്ചതാ. മനുഷ്യനെ പേടിപ്പിച്ചിട്ടാണോടി സന്തോഷിക്കുന്നത്? അമ്മയോടാരാ പേടിക്കാൻ പറഞ്ഞത്? പെണ്ണിനെന്താ ആകെ ഒരു ഇളക്കം പോലെ? എന്റെ പൊന്നമ്മേ, പോലീസ് ഇട്ടില്ലേ? ഓ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനാണല്ലോ നിന്റെ അമ്മയെ പോലീസ് പിടിച്ചോണ്ട് പോയത്. അതൊക്കെ വിടമ്മേ, അകത്തേക്ക് വാ. ദാഹിച്ച് തൊണ്ട വരണ്ട് വന്ന് കയറിയപ്പോഴാ നിന്നെ ഒന്ന് വിളിച്ചത്. ഇത്തിരി പച്ചവെള്ളം എടുത്ത് തരുന്നതിന് പകരം അവള് സന്തോഷം പ്രകടിപ്പിക്കാൻ വന്നിരിക്കുന്നു. എന്തിനാ അമ്മ പച്ചവെള്ളം മാത്രം ആക്കുന്നേ? മഞ്ഞയും ചുമപ്പും വെള്ളയും എല്ലാം കലർന്ന കറികളൊക്കെ ഉണ്ടാക്കി നല്ല ചൂട് ചോറ് വെച്ചിട്ടുണ്ട്. ഊണ് വിളമ്പാൻ തുടങ്ങുമായിരുന്നു ഞാൻ. ശ്യാമ എവിടെ? കബഡിയുടെ സ്റ്റേറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുത്തോണ്ട് അവക്ക് കൊല്ലത്താ ക്യാമ്പ്. നാളെ വരും. ക്യാമ്പിന് പോയില്ലെന്നുണ്ടെങ്കിൽ ടീമിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞോണ്ട് മാത്ര അവള് പോയത്. ഒട്ടും മനസ്സിലായിരുന്നു പോകാൻ. അമ്മയെ വിടുന്ന് ഉറപ്പാണല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പിഴിഞ്ഞാ പോയത്. അല്ല, പോലീസുകാർ വിട്ടിട്ട് കുറെ നേരം ആയല്ലോ. അമ്മ ഇത്രയും നേരം എവിടെയായിരുന്നു? നിന്നോടാരാ നേരത്തെ വിട്ടെന്ന് പറഞ്ഞത്? ആ, അതൊരാളാ. അർജുൻ വിളിച്ചിരുന്നോ? അർജുനേട്ടനല്ല. പിന്നെ? ബാ പറയാം. വാ. എന്താടി? ഇങ്ങോട്ട് വാമ്മേ. വാ വാ. സ്റ്റേഷനിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള്. ഹോട്ടൽ അടഞ്ഞു കിടക്കുന്നു, ശ്യാമയെ ഇവിടെയില്ല. പിന്നെ ഉച്ചക്കലത്തേക്കൊന്നും ഉണ്ടാക്കാൻ ഒരു ഉത്സാഹം ഇല്ലാതെ ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാ അച്ഛൻ വന്ന് കയറിയത്. നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ അടുക്കള കയറി പെട്ടെന്ന് ചോറും കറികളൊക്കെ ഉണ്ടാക്കി. അച്ഛനും ഒരു കൈ സഹായിക്കാതിരുന്നില്ല കേട്ടോ. അച്ഛൻ കൈ കഴുകി ഇരുന്നതാ. അമ്മ കൂടി ഇരുന്നോ, ഞാൻ ചോറും കറിയൊക്കെ എടുത്തോണ്ട് വരാം.